അങ്ങനെ നമ്മൾ കടപ്പുറത്ത് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരെല്ലാം ഇവിടെ വന്നിരിപ്പുണ്ട്. എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. എന്ത് മീൻ കിട്ടിയാലും ഇവർക്ക് കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകും. എല്ലാവരും വിശന്നിരിക്കുവാണ്. കാര്യം ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണ്. കടപ്പുറത്ത് മീനൊന്നുമില്ല. പല വീടുകളിൽ നിന്നും അടിച്ച് പായിക്കും. അപ്പോൾ ഞാൻ മിക്കവാറും ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി മീൻ വാങ്ങിക്കൊണ്ടുവരും. കൂടാതെ ചൂണ്ടയിട്ട് കിട്ടുന്ന മീനെല്ലാം ഇവർക്ക് കൊടുക്കും. ഇതാണ് അവരുടെ അവസ്ഥ. കണ്ടാ, രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. വേറെ ആൾക്കാരെ കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അതിങ്ങനെ മാറി കിടക്കുക. 2-3 പ്രാവശ്യം ഞാൻ ചൂണ്ടയിട്ട് നോക്കും. മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇവർക്ക് ബാക്കിയുള്ള മത്സ്യം കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകും. വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതാണ് കടൽ. കേട്ടോ, കടലിൽ നമ്മളിപ്പോൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് വിശന്നിട്ടാണ് ഇവർ കൂടുതലിരിക്കുന്നത്. അല്ല, ഇവർ കൂടുതൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പായ്ക്കുണ്ട്. ഇവർക്ക് പായ്ക്കുണ്ട്. നമ്മുടെ ചൂണ്ടയിൽ 3 പൂര് നമുക്ക് പിടിക്കും. അപ്പൊ ഇത് ഇവർക്ക് ചൂണ്ടയിട്ട് ഇപ്പൊ 2 കൂരി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് മൊത്തം അഴുക്കേറുകണ്ട. അഴുക്കെല്ലാം ചരലിനകത്ത് പിടിച്ചിരിക്കുക. അത് കാരണം ചൂണ്ടയിടുന്ന പരിപാടി ഞങ്ങൾ നിർത്തുക. മീൻ കഴിക്കാനായിട്ട്. കണ്ടോ, എല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് വന്നിരിക്കണ്ട. ചൂണ്ടയിൽ നിന്ന് ഈ അഴുക്കെല്ലാം കളഞ്ഞ് അതിനുശേഷമായിരിക്കും ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. നമുക്ക് ജീവനുള്ള കൂരയാണ്. ഇന്നത്തെ ഭക്ഷണം ഇവർക്കാണ്. ഇന്നത്തെ ഭക്ഷണം ഇവർക്ക്. നമ്മളിന്ന് ക്യാച്ച് ചെയ്ത ഫിഷാണ്. ഇത് കഴിക്കാൻ വേണ്ടി ആൾക്കാരെല്ലാം വന്നിരിക്കുന്നുണ്ട്. കണ്ടോ, കണ്ടോ, ഇവരെല്ലാം ഇത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണതാ. തൊട്ടുപോരുത്. ഞാൻ തരും. അന്നേരം കഴിച്ചാൽ മതി. വാ, ചെറുത്. ഇവനങ്ങ് കയറി അറ്റാക്ക് ചെയ്തെടുത്തുകൊണ്ട് വേണം. എടുത്തോ പോയി.